ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖം തന്നെ കേട്ടോ. ഇന്ന് ഞാനൊരു 4 മണി പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയ ഒരു വെറൈറ്റി ടേസ്റ്റി ആയ ഒരു നല്ലൊരു 4 മണി പലഹാരമാണ്. അത് എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. വാഴയില വാട്ടി അതിൽ കുമ്പിൾ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ കറുത്ത നേന്ത്രപ്പഴം ഉണ്ടല്ലോ, നേന്ത്രപ്പഴം ധാരാളം നല്ലപോലെ പഴുത്ത് കഴിയുമ്പോൾ അത് കാണുമ്പോൾ കുട്ടികളും ആർക്കും ഇത് കഴിക്കാൻ ഇഷ്ടാവില്ല അല്ലേ. അപ്പോൾ അങ്ങനെ നേന്ത്രപ്പഴം നല്ലപോലെ പഴുത്ത ഏത്തപ്പഴം കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പലഹാരം ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല പോലെ നല്ല പോലെ ഇതാ പഴുത്ത് കറുത്ത് തുടങ്ങി കേട്ടോ. അതിൻ്റെ ഉള്ളൊക്കെ നല്ലതാണ് കേട്ടോ. ഉള്ളൊന്നിനൊന്നും ഒരു കുഴപ്പമില്ല. പുറത്ത് മാത്രമേ ഇങ്ങനെ കറുത്തിരിക്കണുള്ളൂ. നല്ല പോലെ പഴുത്ത് നല്ല മധുരമുള്ള വീട്ടിലുണ്ടായ പഴം തന്നെയാണ് കേട്ടോ. അത് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് ചെറുതായി ഇങ്ങനെ വട്ടം വട്ടം ഞാനിങ്ങനെ നുറുക്കിയിട്ടതാ. 3 പഴം അങ്ങനെ തൊലി കളഞ്ഞ് നല്ലപോലെ കഴുകിയിട്ടാണ്. നല്ലപോലെ കഴുകി എന്നാലും വട്ടം വട്ടം ഞാനിങ്ങനെ നല്ലപോലെ ഇങ്ങനെ നുറുക്കിയെടുത്തു കേട്ടോ. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതൊന്ന് ചൂടായപ്പോൾ അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. 2 ടേബിൾ സ്പൂൺ, അതിന് നല്ലോണം നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. രണ്ടാമത്തെ സ്പൂണാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ടാമത്തെ ടേബിൾ സ്പൂൺ നല്ലോണം ഒഴിച്ചിട്ടുണ്ട്. ആ നെയ്യ് ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് റൈസിൻസ് ഇട്ട് കൊടുത്തു കേട്ടോ. അത് നമുക്ക് ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് എത്ര വേണമെങ്കിലും നമുക്ക് ഇടാം. അതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അത് ഇട്ടോന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഓപ്ഷനിലാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അത് എത്ര വേണമെങ്കിലും നമുക്കിടാം. ഞാനിവിടെ കുറച്ചുണ്ടായിരുന്നു, അതുകൊണ്ട് ഇട്ടതാണ്. ഞാനത് ഉണ്ടെന്നാണ് വിചാരിച്ചത്. എടുത്ത് നോക്കി വന്നപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇത്രയും മതി. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എത്ര വേണമെങ്കിലും ഇടാം. അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ റൈസിൻസ് ഇട്ട് നെയ്യിലിട്ട് പതുക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. എല്ലാം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് വന്നപ്പോൾ നമ്മൾ നുറുക്കി വെച്ചിരുന്ന നേന്ത്രപ്പഴം, വട്ടം നുറുക്കി വെച്ചിരുന്ന നേന്ത്രപ്പഴം ഉണ്ടല്ലോ, ഇത് വേണമെങ്കിൽ നമുക്ക് അരച്ചും ചേർക്കാമായിരുന്നു കേട്ടോ. ഈ നേന്ത്രപ്പഴം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ച് ചേർത്താലും കുഴപ്പമുണ്ടായില്ല. ഞാനിപ്പോൾ അത് അരച്ചില്ല. ഞാൻ ഈ നെയ്യിലിട്ട് ഞാൻ ഈ നേന്ത്രപ്പഴം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. കുറച്ചധികം സമയം നമ്മളിങ്ങനെ ഇളക്കി അതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കും. ലോ ഫ്ലെയിമിലാണ് കേട്ടോ, അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നെയ്യും നേന്ത്രപ്പഴമൊക്കെ ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇളക്കി ഒന്ന് ഒരു ഇതൊക്കെ ഉടഞ്ഞു കേട്ടോ. നല്ലപോലെ നമ്മൾ സ്പാച്ചില കൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഉടച്ചെടുത്തു. നല്ലപോലെ വെന്തു, നല്ലപോലെ ഉടഞ്ഞു വന്നു കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളത്തോടു കൂടി തന്നെയാണ് അരിച്ച് വെച്ച ശർക്കര നീരും കൂടി ഒഴിച്ചു കൊടുത്തു. ഈ പഴത്തിൽ കിടന്ന് നല്ലപോലെ വീണ്ടും ശർക്കരയും ഈ പഴം കൂടി നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ശർക്കരയും പഴവും നെയ്യും എല്ലാം നല്ല സാധനങ്ങളല്ലേ, നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. നല്ലപോലെ ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അത്. ഒരുവിധം വെള്ളമൊക്കെ വറ്റി പഴമൊക്കെ നല്ലപോലെ അലിഞ്ഞു, നല്ലപോലെ വെന്തു, നല്ലപോലെ വഴണ്ട് വന്നു കേട്ടോ പഴം. ആ നെയ്യിലും ശർക്കരയിലും കിടന്ന് ആ പഴം ഒരുവിധം നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നു. അതിനുശേഷം അതിലേക്ക് ഒരു 4-5 ഏലക്കായ തൊലി കളഞ്ഞ് അതിൻ്റെ കുരും ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഏലക്കായ തന്നെ പൊടിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി പൊടിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തപ്പോൾ ഏലക്കായയുടെ ഒരു ഫ്ലേവറും കൂടി കിട്ടുമല്ലോ. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂണ് പീനട്ട് ഉണ്ടല്ലോ, പീനട്ട് ഞാനൊന്ന് വറുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് കൊടുത്തു. ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. എന്നാൽ മധുരം ബാലൻസ് ചെയ്യാനായിട്ടാണ് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തത്. വീണ്ടും എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. പീനട്ടും ഒരു നുള്ള് ഉപ്പും ഏലക്കായ പൊടിച്ചതും എല്ലാം നല്ലപോലെ ഒന്ന് ഇതിലിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തു.
എല്ലാം നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ. പത്തിരിപ്പൊടി സാധാരണ നൈസായിട്ട് അരിപ്പൊടിയാണ്. അരിപ്പൊടി ചേർത്ത് കൊടുത്തു. ഒരു 200 ഗ്രാം അരിപ്പൊടി ഉണ്ടാവും. നൈസായ അരിപ്പൊടി അതും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഈ അരിപ്പൊടി യോജിപ്പിച്ചെടുത്തു. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ശർക്കരയും ശർക്കര നീരും പഴം നെയ്യും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് നമുക്ക് ഇളക്കി നല്ലപോലെ ഒന്ന് പാകാക്കി എടുക്കണം. ഇതാ നല്ലപോലെ കുഴച്ചെടുത്തിട്ട് ആ സ്പാച്ചില വെച്ചിട്ട് തന്നെയാണ് നല്ലപോലെ കുഴച്ചെടുത്തത്. ഇതാ കണ്ടോ, പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നു കേട്ടോ. നല്ല പാകമായി. പാത്രത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. പാത്രത്തിൽ നിന്നൊക്കെ നല്ല പോലെ വിട്ട് വന്നു. ഇതാ നെയ്യിലല്ലേ നമ്മൾ ഉണ്ടാക്കിയത്. നല്ല പോലെ പാത്രത്തിൽ നിന്നും വിട്ട് വന്നു. കണ്ടോ, ഇതാ പാത്രത്തിൻ്റെ അടി കണ്ടോ, പാത്രത്തിൻ്റെ അടിയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നല്ല പോലെ വഴറ്റി വന്നു. അതിനുശേഷം ചൂടാറിയതിന് ശേഷം വീണ്ടും കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തു. അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ചേർത്തുണ്ടായില്ല, കുറച്ച് തേങ്ങ ചെറിയതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ തേങ്ങ ചെറിയതും കൂടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് എടുത്തു. നല്ലപോലെ കുഴച്ചെടുത്തു കേട്ടോ. അതിനുശേഷം കുറച്ച് ഇല മുറിച്ച് ചെറിയ ചെറിയ ഇലക്കീറായിട്ട് ഞാനത് വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ഇല വാട്ടി നല്ലപോലെ കഴുകി തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഇലക്കീറ് കണ്ടോ, നല്ലപോലെ അത് വാട്ടിയതാണ് കേട്ടോ. നല്ലപോലെ വാട്ടി നല്ലപോലെ കഴുകി തുടച്ച് വെച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് അതിൽ നിന്നൊരു കുമ്പൾ കുത്താം. ഇതാ സാധാരണ കുമ്പൾ കുത്തൂല, അതാ ഇങ്ങനെ വാഴയുടെ ഇല ഇങ്ങനെ വാട്ടി കാരണം നമുക്ക് നല്ലപോലെ ഇങ്ങനെ കുമ്പൾ കുത്താൻ പറ്റും കേട്ടോ. അതാ ഇങ്ങനെ കുമ്പൾ കുത്താം. ഇതാ ഇങ്ങനെ കുമ്പിൾ കുത്തിയതിന് ശേഷം നമ്മൾ ഈർക്കിളി ഉണ്ടല്ലോ, സാധാരണ നമ്മുടെ പട്ടയുടെ ഈർക്കിളി ഉണ്ടല്ലോ, തെങ്ങിൻ്റെ പട്ടയുടെ പുതിയ ഈർക്കിളിയാണ് കേട്ടോ, പച്ച പട്ടയുടെ ഈർക്കിളിയാണ്. നിങ്ങൾക്കിപ്പോൾ ഈർക്കിളി കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ടൂത്ത് പിൻ എടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ എനിക്കിഷ്ടം പോലെ ഇവിടെ ഈർക്കിളി ഉണ്ട്, നല്ല പച്ച പട്ടയുടെ ഈർക്കിളി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ടൂത്ത് പിൻ എടുക്കാതിരുന്നത്. നിങ്ങൾക്ക് ഈർക്കിളി ഇല്ലെങ്കിൽ ടൂത്ത് പിൻ കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം. ഈർക്കിളി കൊണ്ട് ഞാനിങ്ങനെ കുത്തി അതൊന്ന് കുമ്പിളാക്കി ആ കുമ്പിളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ, ഒരു ടീസ്പൂൺ കൊണ്ട് ആ കുമ്പിളിലേക്ക് ഇത് ഇങ്ങനെ ചേർത്ത് കൊടുത്തു. നല്ലപോലെ ഒന്ന് ഒതുക്കി വെച്ചു. ഒരു 2 സ്പൂണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ആ സ്പൂൺ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ഒതുക്കി നല്ലപോലെ ഒന്ന് ഒതുക്കിയിട്ടോ. അതിനുശേഷം കൈ കൊണ്ടൊന്ന് പതുക്കി ഒന്ന് പരത്തി ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, ആ കുമ്പിളിൽ ശരിക്കൊന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് ഒന്ന് നല്ലപോലെ ഒന്ന് പരത്തി അതൊന്ന് മോൾ ഭാഗം ഇങ്ങനെ ഒന്ന് അടച്ചു. ഇലയുടെ മോൾ ഭാഗം നമുക്ക് പതുക്കെ ഇങ്ങനെ അടച്ചു വെച്ചു. ഇങ്ങനെ കുമ്പിൾ കുത്തി ഇങ്ങനെ അടച്ചു വെച്ചു കേട്ടോ. ഇങ്ങനെ എല്ലാം ഞാനിങ്ങനെ കുമ്പിൾ കുത്തി കൊണ്ടുവന്നു കേട്ടോ. എല്ലാം ഞാനിങ്ങനെ കുമ്പിൾ കുത്തി എടുത്തു. അതിനുശേഷം ഒരു സ്റ്റീമറിൽ വെള്ളമൊഴിച്ച് സ്റ്റീം ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നല്ലൊരു കുമ്പിളപ്പായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഈ കുമ്പിളപ്പം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.